ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു വ്ളോഗ്. ഇത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാറോസിന്റെ ട്രailer റിലീസിങ് ആണ്. സമയത്ത് പറയുന്ന 4:50 5 മണിക്കാണ് നമ്മുടെ റിലീസ്. നമ്മൾ ബാറോസിന്റെ ട്രailer റിവ്യൂ ചെയ്യാൻ പോകുന്നു. ട്രailer റിയാക്ഷൻ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് ഭയങ്കര ഒരു ഹോളിവുഡ് രീതിയിലാണ് അവർ ആ പടം ബിൽഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, നമ്മൾക്ക് ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് മോഹൻലാൽ ആയതുകൊണ്ട് തന്നെ we expect something big. Let's watch, guys. Let's go. ആക്ച്വലി ഈ ഒരു സ്റ്റോറി പറഞ്ഞാൽ പണ്ടത്തെ ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. എന്താ ചിൽഡ്രൻ ഫാന്റസി പോലത്തെ ഒരു സ്റ്റോറിയാണ് ഇത്. നമുക്ക് ഇതിന്റെ നോവൽ കിട്ടണം നമുക്ക് വായിക്കാൻ. എന്തായാലും മോഹൻലാൽ എന്താ പറയുക, മോഹൻലാൽ ഫസ്റ്റ് ഡയറക്ഷൻ ഒക്കെ ആകുമ്പോൾ നന്നാകുമായിരിക്കാം. ഞാൻ ഫെറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ഇസബെല്ല. ഓ, മോഹൻലാലിന്റെ ലുക്ക് കൊള്ളാം. അത് താടിയൊക്കെ Benvenuto di volta di Gama. പഴയ മോഹൻലാലിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇതില്. മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ചില സിനിമകളിലുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട് ഇതില്. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. മസാവന് അൺഫോർഗറ്റബിൾ സ്റ്റോറി. ചുമരിലൂടെയൊക്കെ നടക്കുന്നത് മോഹൻലാൽ ചുമരിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കാല് വെച്ച് നടക്കുന്നത്. Garden of Treasures, Barros. Directed by Mohanlal, 3D. കഴിഞ്ഞു തോന്നുന്നു ഗൈസ്, സംഭവം കഴിഞ്ഞു. പക്ഷേ എന്താ അറിയില്ല, എനിക്ക് ഒന്നും തോന്നിയില്ല. ഭയങ്കര നല്ല VFX ഒക്കെ യൂസ് ചെയ്ത്. നമ്മളെ ആനിമയൊക്കെ എന്തായാലും ഈ കാർട്ടൂണൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നില്ല കൂടി, ഒരു ഡിസ്നി ലാൻഡ് ലുക്കൊക്കെ കൂടി. ആക്ച്വലി കളറിംഗ് ഒക്കെ നല്ല രസം, നല്ല ഒരു ശരിക്കും ഫാന്റസി മൂവി പോലെ ഉണ്ട്. ഈ ഡിസ്നി മൂവീസ് ഒക്കെ കാണുന്നപ്പോൾ തന്നെ ഉണ്ട്. ഒരു എന്താ പറയാ, മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഞാൻ കാണും. പക്ഷെ എന്തോ ഒരു നല്ല സാധനം ഉണ്ട് ഇതിൽ. കുറച്ച് കണ്ടിട്ട് അവരുടെ മേക്കിങ്ങും ഡയറക്ഷനും അവരെല്ലാവരും പെർഫെക്റ്റ്നെസ് ഉണ്ട് എല്ലാത്തിലും. അത് ചിലപ്പോ എന്താ ഇവരുടെ ബാക്കിയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരുടെ ഒരു കഴിവുണ്ടാവും എന്തായാലും. പിന്നെ ഹോളിവുഡിൽ നിന്നും പല ഇംഗ്ലീഷ് ആൾക്കാരിൽ നിന്ന് വരുന്ന പണിയെടുത്തതാണ്. അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു ഭയങ്കര പെർഫെക്ഷൻ തോന്നുന്നുണ്ട് എനിക്കിത് കാണുമ്പോൾ. അതൊക്കെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്കറിയില്ല എന്താവുന്നത്. നമുക്ക് ഇതിപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണാം. അപ്പം എന്ത് നടക്കുന്നു അപ്പം കണ്ടറിയാം എങ്ങനെ ഉണ്ടാവും ഡയറക്ഷൻ, സ്റ്റോറി. ഇതൊക്കെ സ്റ്റോറി നല്ല സ്റ്റോറി തന്നെയാവും. പക്ഷേ ഇവര് ഫുൾ ഫോറിനേഴ്സ് എന്ന് തോന്നുന്നു. അത് മിക്ക ആൾക്കാരും ഫോറിനേഴ്സ്. ആകെ മോഹൻലാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയുന്നത്. ഇപ്പൊ കണ്ട ട്രailerൽ അത്രേ ഉള്ളൂ. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗൈസ്. ബൈ ബൈ.